ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ രമേശേണ്ണനും കൂടിയിട്ട് വടമ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾക്ക് തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെ വന്നപ്പോഴേക്കും കോടയൊക്കെ ആകെ നനഞ്ഞു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം വെച്ച് തോർന്നു. അതിന് ശേഷം നമുക്ക് ബസ്സൊക്കെ കിട്ടി കേട്ടോ. തൃശ്ശൂർ ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോയിലും പോകേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോഴും ഇങ്ങനെ മഴയും കാറ്റൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മഴയത്തുള്ള ഒരു യാത്ര തന്നെ ആവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ആദ്യം ഒരു അറപ്പും വെറുപ്പൊക്കെ തോന്നിയതാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല, നല്ല രസമായിട്ട് അങ്ങോട്ട് വിചാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു മിൽമ ബൂത്തിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ കോഫി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കോഫി കുടിക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഒരു മെഷീനാണ് കേട്ടോ. ഈച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പൊട്ടി തെറിച്ച് ചാവുന്ന സൗണ്ടാണ് ആ കേട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊതുകിനെ ബാറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കില്ലേ, അതുപോലത്തെ സൗണ്ട് തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. ഈ ഷോപ്പിൽ കയറിയത് എന്തിനാണെന്നുള്ളതൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ തരത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ രമേശേട്ടനോട് പറഞ്ഞു, കുറേ നാളായി ഈ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് എനിക്കിങ്ങനെ നടന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ശരിയാക്കി തരാമെന്നും പറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ മഴയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സുഖമാണല്ലോ നടക്കാനായിട്ട്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി കിറ്റിലിട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ നിറയെ ഷോപ്പുകളാണല്ലോ. അപ്പോൾ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങി കിറ്റിലിടുകയും ചെയ്യാം. അപ്പോൾ റോഡിൽ നല്ല തിരക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അടിപ്പാത ഉണ്ടല്ലോ. അപ്പോൾ അതിലൂടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ ക്രോസ് ചെയ്തതൊക്കെ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വടക്കുംനാഥൻ ക്ഷേത്രം കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. ആ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ രമേശേട്ടനെ കാണാനില്ല. റോഡിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രമേശേട്ടൻ. അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നെയാണ് അവിടെ എത്തിയേട്ടോ. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് കഴിക്കണം എന്ത് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ വിവര പട്ടികയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസാണല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നൊക്കെ വെക്കുമ്പോൾ വല്ലാത്തൊരു ബിൽഡപ്പാണ് കേട്ടോ. എനിക്കിതൊക്കെ ഇങ്ങനെ കാണിക്കാനായിട്ട് കഴിക്കണ കാര്യം ആലോചിച്ചാൽ പേടിയാവും കേട്ടോ. ദൈവമേ, പകുതിയെങ്കിലും കഴിക്കാൻ പറ്റിയാൽ മതി എന്നൊക്കെ ഉള്ള ഒരു തോന്നലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പറ്റിയില്ലെങ്കിൽ മുഴുവൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് ഞാൻ പാക്ക് ചെയ്ത് എടുക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മാവുകളിക്കൂട്ടനെ കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ കഴിക്കാനായിട്ടിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിലെ ചിക്കൻ ബിരിയാണിയൊക്കെ. അപ്പോൾ ഞാൻ മുൻപ് ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ, പിന്നെ കുറേ നേരമായല്ലോ ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നത് കൊണ്ടൊക്കെ നമുക്കൊരു വിശപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വിശപ്പില്ലാതെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, 2 പിടി കഴിക്കുമ്പോഴേക്കും മതിയാവും കേട്ടോ. ഇതിപ്പോൾ നല്ല ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. വിശക്കുമ്പോഴാണ് ഈ ഭക്ഷണത്തിന് രുചി കൂടാ അല്ലേ. ചിലർക്ക് മഴ കണ്ടുകൊണ്ട് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. ജനലിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ വാതിൽ തുറന്നിട്ടിട്ട് ഇങ്ങനെ മുറ്റത്ത് പെയ്യുന്ന മഴ നോക്കിയിരിക്കാനായിരിക്കും ഇഷ്ടം. മഴയത്ത് നടക്കാനൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു ഇഷ്ടം തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ആ മടിയൊക്കെ മാറും കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് മഴയായാലും വെയിലായാലും പുറത്തിറങ്ങാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ തേക്കിൻകാട് മൈതാനമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല രസമാണ്. ഇന്നാൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നതാണ് കേട്ടോ. വീണ്ടും ഞങ്ങൾ ഈ അടിപ്പാതയിലൂടെ തന്നെ ക്രോസ് ചെയ്യുകയാണ്. നല്ല ഭംഗിയുള്ള ഫോട്ടോകളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഞാനതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിനുള്ളിൽ അധികം ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് ഒറ്റപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിയിട്ടോ രമേശേൻ്റെ ഒപ്പെത്താൻ. ഇത് നമ്മുടെ പാറമേക്കാവ് ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ MAക്കൊക്കെ പഠിക്കുമ്പോൾ ഇതിലേക്ക് ഒരുപാട് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടുന്ന് ഞങ്ങൾ കടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മയ്ക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കടികളൊക്കെ വാങ്ങിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ദാ മാളയിലേക്ക് തന്നെ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കൊടകര വഴിക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ജനലിലൂടെയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ ഇന്ന് ജോലിക്ക് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെറിയ പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ദാ ഈ പൈപ്പുകളൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വെൽഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഒരാളിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആ വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടിട്ട് മൗഗ്ലിക്കൂട്ടന് ഭയങ്കര പേടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളതിലേക്ക് നോക്കാൻ പാടില്ല. അപ്പോൾ കോഴിക്കൂടിൻ്റെ മുകളിൽ കയറി കിടന്ന് മൗഗ്ലിക്കൂട്ടൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവന് പേടിയുള്ളത് കൊണ്ട് അവൻ വേറെ വശത്തേക്ക് ചക്കേനെ നോക്കിയിട്ടാണ് അവൻ അങ്ങോട്ട് മുഖം തിരിച്ചാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം വെൽഡിങ് നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈ സാധാരണ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ലല്ലോ. അവർ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്പെക്സൊക്കെ വെച്ചിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷം ഈ പൈപ്പുകൾ ഇവിടെ ഇങ്ങനെ കുഴിച്ചിടാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷീറ്റ് കൊണ്ട് നമ്മൾ മതിലുണ്ട് കെട്ടൂലേ, അങ്ങനെ ചെയ്യാനാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോടിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ കെട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ കാലുകളൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് രമേശേണ്ണും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആളെ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. കൂട്ടുകാരുടെ കമൻസിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.